ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്തെ 80% അഗ്നിശമന സേനാംഗങ്ങളും കാലാവധി കഴിഞ്ഞ ഫയർ സ്യൂട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് വ്യാപാരി സംഘടനാ നേതാക്കൾ. ആധുനിക അഗ്നിശമന സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും വ്യാപാരികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഒന്ന്, കോഴിക്കോട് സാറ്റലൈറ്റ് ഫയർ സ്റ്റേഷൻ ആവശ്യപ്പെട്ടിട്ട് 10 വർഷമായി. ഇത് ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് തന്നെ കോഴിക്കോട് നിലവിലുള്ള സാഹചര്യത്തിൽ ആ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം അപര്യാപ്തമാണെന്ന് കാണിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിന് 10 വർഷം മുമ്പ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. മാത്രമല്ല, കോഴിക്കോട് ബീച്ചിൽ പൊളിച്ചു മാറ്റിയിട്ടുള്ള ഫയർ സ്റ്റേഷൻ 2 വർഷക്കാലമായിട്ടും ഒരു ഫയർ എഞ്ചിൻ മാത്രം അവിടെ ഓപ്പറേഷൻ നടത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സംസ്ഥാനത്തെ 80% അഗ്നിശമന സേനാംഗങ്ങളും കാലാവധി കഴിഞ്ഞ ഫയർ സ്യൂട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി സംഘടനാ നേതാക്കൾ. പ്രധാന നഗരങ്ങളിൽ വിമാനത്താവളങ്ങളിലേതിന് സമാനമായ ക്രാഷ് ടെൻഡർ ഫയർ ട്രക്ക് ഉൾപ്പെടെയുള്ള ആധുനികവും ഉയർന്ന ശേഷിയുള്ളതുമായ അഗ്നിശമന സംവിധാനം ഏർപ്പെടുത്തണം. കോഴിക്കോട് നഗരത്തിൽ ആധുനിക അഗ്നിരക്ഷാ നിലയം സ്ഥാപിക്കണം. സമഗ്രമായ ഫയർ ആൻഡ് സേഫ്റ്റി ഓഡിറ്റ് നടത്തുകയും വ്യാപാരികൾക്ക് പരിശീലനം നൽകുകയും വേണം. നഗരമധ്യങ്ങളിൽ പ്രത്യേക ഫയർ ആൻഡ് സേഫ്റ്റി കൺട്രോൾ യൂണിറ്റുകൾ സ്ഥാപിക്കുകയും ത്വരിത പ്രതികരണ പ്രോട്ടോകോൾ നടപ്പാക്കുകയും ചെയ്യണമെന്ന് നാഷണൽ ട്രേഡേഴ്സ് വെൽഫെയർ ബോർഡ് അംഗം സിറാജുദ്ദീൻ ഇല്ലത്തൊടി, ബിസിനസ് ക്ലബ് കോഴിക്കോട് വൈസ് പ്രസിഡന്റ് സുബൈർ കൊളക്കാടൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാപ്പു ഹാജി, കാലിക്കറ്റ് ചേംബർ പ്രസിഡന്റ് പി അബ്ദുള്ളക്കുട്ടി, ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ആൻഡ് മെർച്ചന്റ്സ് വെൽഫെയർ അസോസിയേഷൻ രക്ഷാധികാരി റാഫി പി ദേവസി, കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ സെക്രട്ടറി രവിചന്ദ്രശേഖർ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം ലക്ഷ്യമിട്ട് നവകേരള അഗ്രി ആൻഡ്